അപ്പോൾ ഈ വിഷയം രാഷ്ട്രീയമായി നേരിടാൻ തന്നെയാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഞാനും ഇതുകൊണ്ടാകെ ഭയപ്പെട്ട് ഓടാനൊന്നും തീരുമാനിച്ചിട്ടില്ല. അങ്ങനെയുണ്ട് ചില MLA-മാർ കൈപ്പത്തിയിലും മറ്റുമൊക്കെ ജയിച്ചിട്ട് ED-നെ പേടിച്ച് BJP ആയവർ. BJP ഉയർത്തുന്ന അപകടകരമായ രാഷ്ട്രീയത്തെ ഇന്നലെ എതിർത്ത പോലെ ഇന്ന് എതിർക്കുന്ന പോലെ നാളെ എതിർക്കും. അത് തല പോയാലും അതിനെതിരെ ഫൈറ്റ് ചെയ്യും. അതിനെ എന്തെങ്കിലും കാണിച്ച് ആരെയും പറഞ്ഞ് പേടിപ്പിച്ചാൽ അങ്ങനെ പേടിച്ചു പോകുന്നവരല്ല ഞങ്ങൾ എന്നുള്ളത് ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് അസംബന്ധങ്ങൾ വാർത്തകളൊക്കെ വരുന്നു. ഞാൻ അതിന് നിയമപരമായി നേരിടുന്നതുകൊണ്ട് മറുപടി പറയേണ്ടതില്ല എന്നാണ് പൊതുവേ ഞാൻ നിയമവിദഗ്ധരുമായിട്ടും കൂടി ആലോചിച്ചപ്പോൾ, കാരണം അത് പറയേണ്ട ഘട്ടങ്ങളിൽ പറയാം, ആലോചിച്ചപ്പോൾ പൊതുവേ എനിക്ക് തോന്നിയത് എന്തായാലും രാഷ്ട്രീയമായും നിയമപരമായും ഇത്തരം വിഷയങ്ങളെ കാണും. ഞാൻ പറഞ്ഞ ഓരോ വാർത്തക്കും ഞാൻ മറുപടി പറയാനില്ല. ഏത് അന്വേഷണം നടക്കട്ടെ, എന്ത് കാര്യം വേണം നടത്തട്ടെ, ഏത് നിലയിലുള്ള അന്വേഷണം നടത്തട്ടെ. നിങ്ങളിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് വാർത്തകളുണ്ട്, 1, 2, 3, 4, 5. ഞാൻ അതിന് ഓരോന്നിനെയും പർട്ടിക്കുലർ കാര്യത്തിന് മറുപടി പറയില്ല. ഏത് അന്വേഷണം വേണമെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് നടക്കട്ടെ. ഒരു പുതിയ സംഭവം കിട്ടിയതുപോലെ എൻ്റെ നോമിനേഷൻ പേപ്പർ നിങ്ങൾക്ക് പരിശോധിക്കാം. നോമിനേഷൻ പേപ്പറിൽ സ്വാഭാവികമായിട്ടും സ്ഥാനാർത്ഥിയാവുന്ന ആളുടെ ഭാര്യ എന്നുള്ളതിൽ ഭാര്യയുടെ സ്ഥാപനങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്, അതിൽ ഈ സ്ഥാപനത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. പിന്നെ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മകളായതുകൊണ്ട്, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ ഭാര്യ ആയതുകൊണ്ട്, അതും ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നല്ല BTech ഉൾപ്പെടെയുള്ള ക്വാളിഫിക്കേഷനുള്ള ഒരു വ്യക്തി, ഒരു സ്ത്രീ ഒരു ബിസിനസ് നടത്തരുത് എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ? അത് അവരൊരു ഇൻഡിവിജ്വലാണ്. ഒരു ഭർത്താവ് എന്നുള്ളതിൽ ഞാൻ അവരോട് പറയാൻ ആഗ്രഹിക്കുന്നത്, വെറുതെ ഇരിക്കരുത്, ബിസിനസ് നല്ല ബിസിനസ് പറ്റുന്നത് ചെയ്യണം എന്ന്. അതിനെല്ലാ പ്രോത്സാഹനവും നൽകും. പക്ഷേ അത് വ്യക്തിപരമായ നമ്മുടെ എന്തെങ്കിലും സ്വാധീനം ഉപയോഗിച്ച് അതിനുള്ള ശേഷിയും കഴിവും ഒക്കെ അവർക്കുണ്ട്. ഞാൻ രാഷ്ട്രീയ പ്രവർത്തകനാണ്. ഇന്ന് കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിൻ്റെ രാഷ്ട്രീയത്തോട് ഞാൻ യോജിക്കുന്നില്ല. ഞാൻ അതിനെ ശക്തമായി എതിർക്കുന്നതാണ്. അത് ഏതെങ്കിലും 1, 2 വിഷയത്തിലല്ല, ശക്തമായി എതിർക്കുന്നതാണ്. അത് ഏതൊക്കെ നിലയിൽ അറ്റാക്കായ എതിർപ്പിൻ്റെ ഭാഗമായി വന്നിട്ടുണ്ടെങ്കിലും ഞാൻ എതിർത്ത് പോയിട്ട് എൻ്റെ പൊളിറ്റിക്സാണ്. ആ പൊളിറ്റിക്സ് കൈവിടണമെങ്കിൽ ഞാൻ മരിക്കണം. അതെൻ്റെ പൊളിറ്റിക്സാണ്. ആ പൊളിറ്റിക്സ് ഞാൻ തുടരും. ആ പൊളിറ്റിക്സ് തുടരുന്നതിൻ്റെ ഭാഗമായി ഏത് നിലയിലുള്ള ഇത്തരം കാര്യങ്ങൾ വന്നാലും കൂറുമാറി BJP-യിലേക്ക് കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ മറ്റുള്ളവർ പോകുന്ന പോലെ പോവില്ല. തല അറക്കുന്നത് വരെ ഈ പാർട്ടിക്കകത്ത് സാധാരണ മനുഷ്യർക്ക് വേണ്ടി, നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി പൊരുതും, പോരാടും, നിലപാടുകൾ നിർഭയം പറയും.